എനിക്ക് ഓർമ്മയുണ്ട് ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ, ഹിറ്റ് സോങ്സും അങ്ങനത്തെ പറയുക, ഭയങ്കര ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എല്ലാവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തിയേറ്ററിൽ കണ്ടിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സൺഡേ ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ടി വി ഇല്ല, വല്യമ്മയുടെ വീട്ടിലാണ് ടി വി ഉള്ളത്. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ, ഒരു 250 മീറ്റർ മാറിയിട്ടാണ് അത് വീടുള്ളത്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് എക്സാമാണ്. എക്സാം ആയിട്ടപ്പോൾ എന്തോ ഫുഡ് കൊണ്ടുവന്ന പാത്രം എന്തോ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ, വല്യമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓക്കെ ചാടാൻ പറ്റിയ അവസരം കുത്തിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബുക്കിൻ്റെ ഫ്രണ്ടിലേ ഇരിക്കില്ല, ഞാനൊക്കെ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ്. ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഒരു അവസരം കിട്ടിയപ്പോൾ നേരെ ചാടി ഓടി അവിടെ പോയി പാത്രം കൊടുത്ത് അവിടെ ഫുൾ സിനിമയെ കണ്ടിരുന്നിട്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. തിരിച്ചു അന്ന് ഈ പറയുന്ന ലാൻഡ് ലൈനോ ലാൻഡ് ഫോണോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വല്യമ്മയുടെ വീട് തൊട്ട് വീട് വരെ അടിച്ചടിച്ചിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. ചൂരലിനെ പടപടപടപടയെന്നു. പിറ്റേ ദിവസം എക്സാം അല്ലേ, ടി വിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് സിനിമ കാണാറില്ല. നല്ല പിറ്റേ ദിവസം മറ്റേ കാലിൽ മറ്റേ ചൂരലിനെ അടിയിട്ട് കഴിയുമ്പോൾ 2 വരപ്പാട് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചുവന്നിട്ട്. അങ്ങനെ കാലിനൊക്കെ അടിയിട്ടിട്ടാണ് പോകുന്നത്. അന്ന് ട്രൗസറൊക്കെയാണ്. അതൊക്കെ ഇട്ടിട്ട് ആണ് സ്കൂളിൽ പോകണേ. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പടം കണ്ടല്ലോ, അടി കിട്ടിയാലും.